എന്താ ഗുണമെന്നറിയാവോ? അടി കിട്ടിയതിന് ശേഷം അയ്യോ എൻ്റെ കർത്താവേ എനിക്ക് തെറ്റിപ്പോയി, ഞാൻ പഴയ കാലങ്ങൾ എനിക്ക് എല്ലാവരും ഉണ്ടെന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ച് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂപ്പി കാറിയിട്ട് കാര്യമൊന്നുമില്ല. മറിച്ച് എന്താ, ഇന്ന് തന്നെ മനസ്സിനെ പഠിപ്പിക്കണം. എന്താണ്? മത്തായി 24:25 വായിച്ചോളൂ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഇതാ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതാണ് മുൻകൂട്ടി ഓരോ കാര്യം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണ്? ആ സമയമാകുമ്പോൾ നമ്മൾ പിടച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ ആദ്യമേ നമ്മൾ ഈശോ പറഞ്ഞു, ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ അവസാനം വരെ 2 സ്ഥലത്തിന് ഗ്യാരണ്ടി ചെയ്തുകൊണ്ടാണ് വചനം പറയുന്നത്. ഇപ്പോൾ വചനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വചനം ജീവിതം തന്നെയാണേ. നമ്മുടെ ഇൻസിഡൻ്റ് ആൻഡ് ഈവൻ്റ് സംഭവിക്കുന്നത് എവിടെയാണ്? ഈവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭവം. ഒരു സംഭവം നടക്കുന്നത് എവിടെയാണ്? ടൈം ആൻഡ് സ്പേസിലാണ് നടക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ ധ്യാനം കൂടുന്നു, എവിടെ കൂടുന്നു? എൻ്റെ സ്പേസ് എന്താണ്? കൃപാസനത്തിൽ. ടൈം എന്താ? നവംബർ 2 പരിതാത്മക്കളുടെ ദിവസം, അതാണ് ടൈം. അപ്പോൾ എല്ലാ സംഭവത്തിനും സ്പേസും ടൈമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനും സ്പേസും ടൈമുണ്ട്. ദൈവം എന്ത് ചെയ്യും? ടൈമും ഗ്യാരണ്ടി ചെയ്യും, സ്പേസും ഗ്യാരണ്ടി ചെയ്യും. എന്തുകൊണ്ട്? തൻ്റെ സാന്നിധ്യം കൊണ്ട്. പഴയ നിയമത്തിൽ നമ്മുടെ സ്പേസാണ് ഗ്യാരണ്ടി ചെയ്യണത്. ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. വേർ ടൈം സ്പേസാണത്, അല്ലേ? നീ പോകുന്ന ഇടത്ത് എല്ലാം ഇടം സ്ഥലം. ഇപ്പം ഈ ജോഷുവ 1:9 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. പുറപ്പാട് 33:14 നമ്മുടെ പ്രധാനപ്പെട്ട വചനമാണ്. എന്താണ് വചനം? നീ പോകുന്നിടത്തെല്ലാം, അപ്പം സ്ഥലമാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പുതിയ നിയമം, അത് പഴയ നിയമം. പുതിയ നിയമം എന്താ പറയണത്? ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. കാലത്തിൻ്റെ കാലം, അവിടെ കാലമാണ്. ഓരോരുത്തർ സ്ഥലവും ഓരോരുത്തർ കാലവുമാണ്. സമ്പൂർണ്ണ ബൈബിളാണ് നമ്മൾ ജീവിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ അപ്പനുണ്ടാകത്തില്ല ഒരു കാലത്ത്, അമ്മയുണ്ടാകത്തില്ല, ഭർത്താവ് ഉണ്ടാകത്തില്ല, ഭാര്യ ഉണ്ടാകത്തില്ല, പക്ഷേ ദൈവം ഉണ്ടാവും. കൈയടിക്കട്ടെ. ഒന്ന് ഉടമ്പടി വിശ്വസിക്കണം. ഉടമ്പടി അതിൽ തന്നെ ഒരു പേഴ്സണായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ കർത്താവിനോട് ചെയ്ത ഉടമ്പടി എന്നെ സംരക്ഷിക്കും. രണ്ടാമത്തത്, നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത് ദൈവത്തെ വിശ്വസിപ്പിക്കണം. ഇപ്പം ഗോകുകൃഷ്ണയുടെ സംഭവം എന്താ? അച്ഛൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ചില സമയത്ത് ജീവിതത്തിൽ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അവൾ വീട്ടിൽ വരുമ്പോൾ, ഒത്തിരി ആവേശത്തോടെ വീട്ടിൽ വരുമ്പോൾ അപ്പൻ വെള്ളമടിച്ച് വെളിവില്ലാതെ നിൽക്കുകയാണ്, അമ്മ ക്ഷീണമായിട്ട് കിടക്കുകയാണ്. കെയർ ചെയ്യാൻ നോബഡി. അപ്പം അത് ആ പ്രായത്തിൽ ആ അവസ്ഥ കണ്ട് നമ്മൾ പൊട്ടിത്തെറിക്കുകയും നിരാശ വരികയും സങ്കടമാകുകയും ചെയ്യും. പക്ഷേ എന്താ വിഷയം? ഇവിടെ ഉടമ്പടിയിലായതുകൊണ്ടും ആന്തരിക അഭിഷേകം പ്രാപിച്ചവരാണ് ഇവർ. കാര്യം ആന്തരിക അഭിഷേകം പ്രാപിക്കാൻ കാരണം, ആന്തരിക അഭിഷേകം പ്രാപിക്കണം. ഇപ്പോൾ ഇവൾ തന്നെയാണെങ്കിലും ഈ പ്രായത്തിൽ ആ കൊല്ലത്തുള്ള എല്ലാ വീടുകളിലും കൊണ്ടുപോയി പത്രം കൊടുക്കും.
നോൺ ക്രിസ്ത്യൻസിനാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം എന്താണ്? ക്രിസ്തു എൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് തരണത്. ഇതാണ് സംഭവം. ഇത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഓരോരുത്തർക്കും ഈ പത്രം കൊടുത്തിട്ട് ഇവിടെ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൻ്റെ നാമം നിങ്ങൾ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്കിത് തരണത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ വീട്ടുകാരുടെ അവസ്ഥയല്ല, അത് കേൾക്കണ ക്രിസ്തുവിൻ്റെ അവസ്ഥ നോക്കണം. അപ്പോൾ ക്രിസ്തു അവരിൽ വിശ്വസിക്കുന്നു. ഒരിക്കൽ ഇവൾ അമ്മയോട് ചോദിക്കുകയെ, അവളുടെ അമ്മയല്ല, എപ്പോഴും അവളുടെ അമ്മ ഈ പരിശുദ്ധ അമ്മയോട് എപ്പോഴും ഗൗകുൽ കൃഷ്ണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതെന്ന് ചോദിക്കും. എങ്ങനെയാണ് അമ്മ? സ്വന്തം മകനല്ലേ, സ്വന്തം മകൻ ഇങ്ങനെ നഗ്നനായി ഇങ്ങനെ ക്രൂശിക്കപ്പെട്ടിട്ട് അതിന് ചുവട്ടിൽ അമ്മ എങ്ങനെ നിന്നു എന്നെപ്പോഴും ഇവിടെ അമ്മയോട് ചോദിക്കും. പിന്നീട് ഒരു ദിവസം ഇവൾക്ക് തന്നെ ചില നമുക്ക് ദൈവത്തിൻ്റെ ദൈവം എന്നറിയാമോ? ദൈവം നമ്മൾ ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ചില പരീക്ഷയ്ക്ക് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് പറയത്തില്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ സാറ് പറയും, അതിൻ്റെ ഉത്തരവും പറയും. അങ്ങനെ ദൈവം ചെയ്യത്തില്ല. ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചാൽ ആ കറസ്പോണ്ടിങ് അനുഭവത്തിലൂടെ ദൈവം നമ്മളോട് കൊണ്ടുപോകും. അപ്പോഴേ ഈ വീട്ടിൽ അമ്മ കിടപ്പാകുകയും അപ്പൻ ഇങ്ങനെ ഡ്രങ്കടായിട്ട് നിൽക്കുകയും ഇവൾ ഓഫായി മാറുകയും ഇവൾ 5 ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് വന്നിട്ട് ഇവളുടെ കാര്യം തിരക്കാൻ ആർക്കും പറ്റാതിരിക്കുകയും ഇവളിങ്ങനെ ലെഫ്റ്റ് ആയിപ്പോകണം ചെയ്യുന്ന സമയത്ത് ഇവളെങ്ങനെ നയിക്കപ്പെട്ടു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ് പിടിച്ചു നിൽക്കണത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ എങ്ങനെ പിടിച്ചു നിന്നെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെയായിരിക്കും അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ പിടിച്ചു നിന്നത്. കണ്ട, അവർ തന്നെ ചോദ്യം ഉണ്ടാക്കി. ആ ചോദ്യം ഉന്നയിച്ച കർത്താവ് തന്നെ അവരെ ആ സെയിം സിറ്റുവേഷനോട് യോജിക്കുന്ന വിഷയത്തിൽ കൊണ്ടുപോയിക്കൊണ്ട് ദൈവം അവരെല്ലാവരും ദൈവത്തിൻ്റെ മെയിൻ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 6:45 യോഹന്നാൻ്റെ സുവിശേഷം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഒരു സാധനം വേസ്റ്റ് ആയിട്ട് സംഭവിക്കണതല്ല, കാഷ്വലായിട്ട് സംഭവിക്കണതല്ല, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കണതല്ല. എല്ലാം വളരെ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങളിലും നീ ക്രിസ്തുവിനെ കക്ഷിയാക്കി കഴിയുമ്പോൾ അതെന്ത് സംഭവിച്ചു, എന്തിനു സംഭവിച്ചു, അതുകൊണ്ട് ദൈവം നിന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകും. ഓരോ പാഠങ്ങൾ പഠിച്ചാണ് നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് പോണത്. പ്രാർത്ഥിക്കുക, കർത്താവേ, അങ്ങ് എനിക്ക് നൽകുന്ന അനുഭവ പാഠങ്ങളുടെ അന്തസത്തകള് മനസ്സിലാക്കാൻ ആത്മജ്ഞാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. Hallelujah.
ആദ്യമേ തന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചതിനും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിയോണ ഷാജൻ. ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 16 തീയതി 2023 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് +2 കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കണമായിരുന്നു. അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കടമ്പ എന്ന് പറയുന്നത് IELTS ആണ്. അപ്പം IELTS എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് എങ്ങനെയും പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ IELTS എനിക്കൊരു മാസം ടൈമുണ്ട്, കോച്ചിങ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു. തൈലം, ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നെ ഉപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. പിന്നെ എന്താ പറയുക, മാതാവിൻ്റെ കാശുരൂപം ഞാൻ ഇപ്പോഴും എൻ്റെ ഷർട്ടുമ്മേ ഞാൻ പിൻ ചെയ്തിട്ടാണ് എപ്പോഴും പോയിരുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, 1 മാസം കൊണ്ടൊന്നും IELTS ആർക്കും പാസ്സാവാനൊന്നും പറ്റില്ല, നിന്നെക്കൊണ്ട് പറ്റില്ല എന്തായാലും എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ അത് പാസ്സായി. വളരെ നല്ല മാർക്കോടുകൂടി എനിക്കത് പാസ്സാവാൻ പറ്റി. അത് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ കൊന്തെത്തിക്കും, എപ്പോഴും കൊന്തെത്തിക്കും. എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കൊന്തെത്തിക്കുമായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലും. പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴാണെങ്കിൽ പോലും അമ്മ വിളിച്ച് പറയും, നീ തൈലം പുരട്ടിയിട്ട് വേണം പോവാമെന്ന് പറയും. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടായിരിക്കും നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ പോവും. അങ്ങനെ ഞാൻ IELTS പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് ഫുൾ കഷ്ടപ്പാടുകൾ വന്നത്. ഞാൻ ആദ്യം ട്രൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് കാനഡയായിരുന്നു. പിന്നെ ന്യൂസിലാൻഡ് ട്രൈ ചെയ്തു, സിംഗപ്പൂർ ട്രൈ ചെയ്തു. എല്ലാം എനിക്ക് എന്താ പറയുക, അഡ്മിഷൻ കിട്ടും, പക്ഷേ ലോണിൻ്റെ ഇതെത്തുമ്പോൾ എല്ലാം പോവും. എന്ന് വെച്ചാൽ പൈസ ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞങ്ങൾ അത്രയ്ക്കും അധപതിച്ച് നിൽക്കുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സിംഗപ്പൂരായിരുന്നു എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി ട്രൈ ചെയ്യണോ, നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, എന്തായാലും നീ കാല് മുമ്പോട്ട് വെച്ചു, ഇനി അത് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. നീ ഒരു കാര്യം ചെയ്യ്, നീ USA ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ്. പിന്നെ പോരാത്തതിന് എന്താ പറയുക, അത്രയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അത്രയ്ക്കും പൈസ ഉള്ളവരാണ് അങ്ങോട്ട് പോവുക. പക്ഷെ ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ US ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പോഴും എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവായിരുന്നു. ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുടയിലൊരു ആരാധനാലയമുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും, കൊന്ത ചൊല്ലും, കുരിശിൻ്റെ വഴി ചൊല്ലും. കുരിശിൻ്റെ വഴി ഞാൻ മുടക്കിയിരുന്നില്ല. എന്താ പറയുക, അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഈ കുരിശിൻ്റെ വഴി എപ്പോഴും ചൊല്ലണം കേട്ടോ. അപ്പോൾ ഞാൻ കുരിശിൻ്റെ വഴിയും ചൊല്ലും. പിന്നെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ കാശുരൂപം എൻ്റെ കയ്യിൽ വെച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അതെനിക്ക് എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ധൈര്യം എനിക്ക് തരുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വിസ ഇൻ്റർവ്യൂ ആണ് അടുത്ത കടമ്പ. അപ്പോൾ അന്ന് ഞാനും പപ്പയായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് അന്ന് രാത്രി കിടന്നുറങ്ങണ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഇതെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കി തരണം. എനിക്കിനി വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ, അല്ലെങ്കിലോ കുറേ പൈസ അവർ ചിലവാക്കി, എനിക്കിനി പറ്റില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന്. അന്ന് ഞാൻ 3 മണി സമയത്ത് എത്തിക്കുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേക ഒരു പവറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3 മണിക്ക് എനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ കൊന്ത ചൊല്ലിയിരുന്ന് പ്രാർത്ഥിച്ചു. അത് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണ സമയത്ത് മാതാവും ഈശോയും, ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറഞ്ഞ സമയത്ത് മാതാവ് ഈശോയും ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നൊരു സംഭവമാണ് ഞാൻ കാണുന്നത്. അത് കണ്ടതും ഞാൻ പെട്ടെന്ന് എണീറ്റു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാനിങ്ങനെ സ്വപ്നം കണ്ടു കേട്ടോ, അങ്ങനെ പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, അപ്പം എന്തായാലും നീ പാസ്സാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വിസ ഇൻ്റർവ്യൂവിന് പോയി. വിസ ഇൻ്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് മിക്ക പിള്ളേരും റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുക. പിന്നെ പോരാത്തതിനാണെങ്കിൽ എൻ്റെ വിസ ഇൻ്റർവ്യൂവർ ഭയങ്കര കർക്കശക്കാരിയാണ്, എല്ലാവരും റിജക്റ്റാക്കി വിട്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നു. ആ സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ മാതാവുണ്ട്. എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം മാതാവിനെ. എന്നിട്ട് ഞാൻ, മാതാവേ നിൻ്റെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് വിസ ഇൻ്റർവ്യൂവിന്. വിസ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. എന്താ പറഞ്ഞത് എനിക്കറിയില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ ഞാൻ
അവർ പറഞ്ഞു വിസ അപ്രൂവ്ഡ് ആയി. അത് കേട്ടതും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ കരഞ്ഞു. കാരണം മിക്കവരും സ്വപ്നം കാണുന്നൊരു രാജ്യം, ഞങ്ങളുടെ വീട്ടുകാർക്ക് ഒട്ടും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യം, ഞങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്തൊരു രാജ്യം. അപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പപ്പയുടെ അടുത്ത് പറഞ്ഞു, പപ്പ നിനക്കിത് എങ്ങനെ കിട്ടിയതായിരുന്നു പപ്പയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, നിനക്കിത് എങ്ങനെ കിട്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല പപ്പ, ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എൻ്റെ വിസ ശരിക്കും 2 വീക്കിനുള്ളിൽ വീട്ടിലെത്തണം. പക്ഷെ എൻ്റെ വിസ എത്തിയിട്ടില്ല. പാസ്പോർട്ടിലാണ് ഒരു വിസ അടിച്ചിട്ട് വരാം. അപ്പം എൻ്റെ വിസ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണോ വിസ എത്താത്തത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയി വീണ്ടും മാതാവിനോട് ഇങ്ങനെ പറയണം, നീ എന്തിനിങ്ങനെ പരീക്ഷിക്കണേ, കുറേ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാനും പപ്പയും അടുക്കാനുണ്ടായൊരു കുറേ സാഹചര്യങ്ങളായിരുന്നു ആ ഹൈദരാബാദ് എന്നുള്ളൊരു ട്രിപ്പ്. ഞാനും പപ്പയും കൂടുതൽ അടുത്തതും പപ്പയുടെ കാര്യങ്ങൾ അറിഞ്ഞതും പപ്പ ഇത്രത്തോളം കഷ്ടപ്പാടിൽ പോയിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞതും ഞാൻ ആ സമയങ്ങളിലായിരുന്നു. അങ്ങനെ ഹൈദരാബാദ് എത്തി, എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ US പോവാണ്. അതുവരെ എൻ്റെ പപ്പേനെ കുത്തുവാക്കുകൾ പറഞ്ഞ എല്ലാവരും, ആഹാ മോൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോ? കാരണം തല്ല് താഴ്ത്തി നടക്കായിരുന്നു എൻ്റെ പപ്പ. എല്ലാവരുടെ ഫ്രണ്ടിലും എല്ലാവരും ചോദിച്ചു, നിനക്ക് പ്രാന്തുണ്ടോ മോളെ ഇങ്ങനത്തെ വട്ടിനൊക്കെ സമ്മതിച്ച് വിടാൻ? പക്ഷേ പപ്പ പറഞ്ഞു അത് അവളുടെ സ്വപ്നമാണ്, അവൾ പോട്ടെ, അവൾ വളരട്ടെ, എന്നെക്കാളും വലിയ നിലയിലെത്തണം എൻ്റെ മക്കൾ എന്നുള്ളൊരു ഒറ്റൊരു വാക്ക് എൻ്റെ അപ്പൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. അത് എനിക്കറിയില്ല, എൻ്റെ അപ്പൻ അത്രയും സപ്പോർട്ടീവായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അമ്മയും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ US ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കണം. എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ചേട്ടനാണ്, എനിക്ക് 8 വയസ്സ് കൂടുതലായിട്ട്, എന്നെക്കാളും 8 വയസ്സ് മൂത്തതാണ്. അപ്പം ഞാനും ചേട്ടനും അത്രയും കണക്റ്റഡ് അല്ല. പക്ഷേ US ശേഷം ഞാനും ചേട്ടനും ഭയങ്കര ക്ലോസായി. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ചേട്ടനോട് പറയും, എന്തുണ്ടെങ്കിലും. ഇപ്പോൾ ആദ്യം ഞാനും ചേട്ടനും സംസാരിക്കുന്നില്ല, ഇപ്പോൾ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി. അതിന് മാതാവിന് വലിയൊരു കളിയുണ്ട്. കാരണം ഞാൻ എപ്പോൾ കൃപാസനത്തിൽ വന്നാലും ഞാൻ പറയും, മാതാവ് എല്ലാവരും ചേട്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എൻ്റെ ചേട്ടനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വേണം. ഞാൻ US അതുകൊണ്ട് എത്തിയതിന് ശേഷം ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസായി. ചേട്ടൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി. അതുപോലെ തന്നെ ചേട്ടനും എൻ്റെ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. ദുബായിൽ പോയി, അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. വിഷമിച്ചിട്ടാണ് ചേട്ടൻ അവിടെ നിന്ന് തിരിച്ചു വന്നത്. അമ്മാതിരി കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയിട്ടും ആൾക്കാർ കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങി, പപ്പേനും അമ്മേനെയും, നിൻ്റെ മോനൊരു ജോലിയില്ലേ, എന്തിനാ ഇവൻ വീട്ടിലിരിക്കണേ, ഇവനെന്തേ ഇത്രയും പ്രായമായില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ധാരാളം ഷിപ്പിംഗ് കമ്പനിയിൽ പുള്ളി അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു, കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് ആൾക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ആൾക്ക് ജോലി കിട്ടി. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം ഇപ്പം എൻ്റെ പപ്പ ഭയങ്കര പ്രൗഡാണ് ചേട്ടൻ്റെ കാര്യത്തിൽ. കാരണം എൻ്റെ അമ്മയും ഞാനും ഉടമ്പടി എടുത്തൊരു സംഭവമാണ് ചേട്ടൻ്റെ കാര്യം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ്. കാരണം ഞങ്ങളുടെ 2 പേരുടെ കാര്യത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഇപ്പോൾ എപ്പോഴാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കുറേ അടുത്തു, എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്തു. ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഇപ്പം US പോലും അറിയാം നമുക്ക് ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ ഓൺ ക്യാമ്പസിൽ നമുക്ക് ജോലി ചെയ്താലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് സെം എനിക്ക് ജോലി കിട്ടിയില്ല. എന്നിട്ട് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പള്ളിക്ക് പോയി. ഇപ്പം ഞാൻ അവിടുത്തെ പള്ളി കൊയറിൽ കയറി. ക്യാമ്പസ് മിനിസ്ട്രി എന്ന് വെച്ചാൽ പള്ളിക്കൂട്ടായ്മയാണത്, അതിലെനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ടീച്ചിങ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ കയറിയിരിക്കണത് കെമിസ്ട്രി ലാബിൽ. ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തൊരു സംഭവമാണ്, അതെനിക്ക് കിട്ടി. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ജീവിതത്തിലും എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മ പപ്പ എല്ലാവരുടെ ജീവിതത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട്. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതിലുപരി ഞാൻ ധാരാളം കാരുണ്യ പ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിലായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ വൃദ്ധസദനത്തിൽ പോവും. എനിക്ക് അവിടുത്തെ അമ്മമാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഓർമ്മയില്ല അവരെന്താ പറയണത്, കുട്ടികളെ പോലെയാണ്.
അപ്പം ഞാൻ അവരോട് എപ്പോഴും സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഇപ്പം US വന്നതിന് ശേഷമാണെങ്കിൽ പോലും അവിടെയുള്ളവർക്ക് പൈസ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർക്കൊരു കൂട്ടാണ് ആവശ്യം. അവരോട് ഇങ്ങനെ കുറേ സംസാരിക്കണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞാൻ കുർബാനൊക്കെ കഴിയുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം എനിക്കത് അവർക്കും അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്, എനിക്കും അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഇത്രയും കാരുണ്യപ്രവർത്തികളാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും, അതെല്ലാം നമ്മളെ മിനുക്കിയെടുക്കാനാണ്, അല്ലാതെ നമ്മളെ ദൈവം കൈവിടുന്നതല്ല. അതാദ്യം മനസ്സിലാക്കുക. എപ്പോഴും പ്രാർത്ഥിക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പവർ തന്നത് കൊന്തയും കാശുരൂപവും പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൈവിട്ടിട്ടില്ല. ഈ 3 സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മാതാവിൻ്റെ കാശുരൂപം. ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും. ഇതിപ്പോൾ എവിടെയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ കൂടെ കാശുരൂപം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ചെയ്തെന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജാസ്മിൻ സോജൻ. എറണാകുളം ജില്ലയിലെ എടവനക്കാട് ഇടവകയിൽ നിന്ന് ഞാൻ വരുന്നു. ഞാൻ 2023 ആഗസ്റ്റ് 5-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്നേരം ഉടമ്പടി എടുക്കുമ്പോൾ കുറച്ച് നിയോഗങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എൻ്റെ വീടിൻ്റെ പണി പൂർത്തിയാകുന്നതിനും എൻ്റെ മക്കൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും പിന്നെ ഞങ്ങൾക്ക് റോട്ടിലേക്ക് കടക്കുവാൻ ഒരു പാലമില്ലാതെ വിഷമിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു. മഴക്കാലം വരുമ്പോൾ വീടിന് ചുറ്റും നല്ല വെള്ളം നീന്തി വേണം ഞങ്ങൾക്ക് റോട്ടിലേക്ക് കടക്കുവാനായിട്ട്. അപ്പോൾ ഒരു പാലം പണിയുന്നതിന് വേണ്ടി കുറേ ശ്രമിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നതാണ്. ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ആ പാലം പണിയാനുള്ള സ്ഥലത്ത് എന്നും ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ജപമാല ചൊല്ലിയും പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ ദിവ്യബലി ഒരു ദിവസം പോലും ഞാനും ഭർത്താവും മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുത്തു കുർബാനയിൽ ഈശോയ്ക്ക് അർപ്പിച്ച് പ്രാർത്ഥിച്ചു പോന്നിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും. എൻ്റെ ഇളയ മകൾക്കും 2ാമത്തെ മകൾക്കും ആ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ ജോലിയുടെ തടസ്സങ്ങൾ നീങ്ങി ജോലിയിൽ കയറി. ഈ 2ാമത്തെ മകൾ ആണ് ഇപ്പോൾ കൂടെ ഉള്ളത്. എൻ്റെ പാലത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറുന്നതിന് വേണ്ടിയും മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റിൽ ഞാൻ ഉടമ്പടി എടുത്ത് ആ ജനുവരി വന്നപ്പോഴേക്കും എൻ്റെ വീടിൻ്റെ പണി ഒരു മുറി എടുക്കാനാണ്, മുകളിലായിട്ട് ഒരു മുറി എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ അത് 3 മുറിയും നല്ല സൗകര്യത്തോടു കൂടി എടുക്കാനായിട്ട് മാതാവ് എന്നെ ഉടമ്പടിയിലൂടെ അനുഗ്രഹിച്ചു. അതിനുശേഷം നിരന്തരം കുർബാനയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പാലം പണിക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്ത് ഞങ്ങൾ പാലം പണി തുടങ്ങാം എന്നുള്ള തീരുമാനത്തിലായി. പല വിധത്തിലും ഞങ്ങൾക്ക് അത് തടസ്സമായി തന്നെ തീർന്നു. 2021 ഞങ്ങൾ പാലം പണിക്ക് വേണ്ടി കുറച്ച് കരിങ്കല്ലുകളൊക്കെ ഇറക്കി തുടങ്ങിയായിരുന്നു. പക്ഷേ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളായിട്ട് തന്നെ കേസും പിന്നെ സ്റ്റേ ഓർഡറും വന്ന് പണി നിർത്തി വയ്ക്കേണ്ടി വന്നു. വീണ്ടും ഞങ്ങൾ പല വിധത്തിലും വിവരാവകാശ നിയമപ്രകാരമെല്ലാം അപേക്ഷകൾ വെച്ച് ആ പാലം പണി റോട്ടിലേക്ക് കടക്കുന്ന സ്ഥലം ഏത് വ്യക്തിയുടേതാണെന്നും അത് എങ്ങനെയെല്ലാമാണെന്നുള്ള അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത് അത് പുറമ്പോക്ക് ഭൂമിയാണെന്നുള്ള നിയമം ഇതാണ് ലഭിച്ചത്. അത് പ്രകാരം ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെയും PWDയുടെയും സാങ്ഷനോടുകൂടി പാലം പണി ഞങ്ങൾ തുടങ്ങിയപ്പോൾ വീണ്ടും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. ആ സമയത്തെല്ലാം ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപവും ഉപ്പും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി മക്കൾ പോലീസ് സ്റ്റേഷനിൽ സഹായവുമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും പഞ്ചായത്തുകളിൽ ചെന്നപ്പോഴൊക്കെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെയെല്ലാം നമ്മൾക്ക് വേണ്ടി നിയമപാലകരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി തന്നെ അവരെല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ സഹകരിച്ചു. ആ ഒരു സമയം പാലം പണി ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുവാനായിട്ട് പോലീസും പഞ്ചായത്ത് അധികാരികളും ഇടപെട്ട് ഞങ്ങൾക്ക് അനുമതി തന്ന് ഞങ്ങൾക്ക് പാലം പണി പൂർത്തീകരിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് അതിലൂടെ വാഹനങ്ങളും കയറിയിറക്കുവാനുള്ള സൗകര്യം ഞങ്ങൾക്ക് തന്നു. അതുപോലെ എൻ്റെ മകളുടെ ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മകൾ തന്നെ പറയും. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷാനിയ സോജൻ. ഞാൻ കഴിഞ്ഞൊരു 4 വർഷമായിട്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരുപാട് നല്ലതും
ചീത്തയായിട്ടുള്ളൊരു അനുഭവങ്ങൾ എനിക്ക് അവിടെ വെച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും വേറൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ എനിക്ക് ഒട്ടും മനസ്സിനൊട്ടും ധൈര്യമില്ലാത്തൊരവസ്ഥയായിരുന്നു. ശരിക്കും പ്രഷർ കൂടി വെറുതെ ഇരിക്കുമ്പോൾ കരഞ്ഞു പോകുന്ന ഒരവസ്ഥയെ കൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഒരിക്കലും ഇതിനു മുമ്പ് ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നില്ലെങ്കിലും പള്ളിയിൽ പോയാലും ഇടവൊക്കെ പോയാലും പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അമ്മ ഉടമ്പടി എടുത്ത് പാലത്തിൻ്റെ തടസ്സങ്ങളൊക്കെ ഏകദേശം മാറിക്കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഒരിക്കലും ഒരു ഉത്തരം കിട്ടാത്ത സമയത്ത് ഇവിടെ കൃപാസനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് മാതാവ് ഭയങ്കരമായിട്ട് ഇടപെടുന്നതായിട്ട് തോന്നി. അങ്ങനെ എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് ശരിക്കും പറഞ്ഞ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ കഴിഞ്ഞ ഈ 2025 മാർച്ച് 29 അമ്മയുടെ ഒപ്പം വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് അടുത്ത ജൂൺ 29 മുമ്പ്, അതായത് 3 മാസം തീർന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ 2 മാസം തീരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനീനേക്കാളും അത്യാവശ്യം നല്ലൊരു കമ്പനിയിൽ വളരെ നല്ലൊരു പാക്കേജോട് കൂടെ തന്നെ വളരെ നല്ലൊരു ജോലി ലഭിച്ചു. ഈ ജൂൺ 16 എനിക്ക് ജോലിക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റും. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ഞാനും ഭർത്താവും എല്ലാ ദിവസവും തന്നെ ദിവ്യബലിയിൽ മുടങ്ങാതെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ മാസത്തിൽ 2 തവണ കുമ്പസാരിക്കും. അതുപോലെ തന്നെ മരുന്നിനും ചികിത്സയ്ക്കൊക്കെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി മക്കൾ ഞങ്ങളറിയുന്നവർക്ക് മക്കളുടെ ശമ്പളത്തിൻ്റെ സാലറിയിൽ നിന്നും അവർക്കെല്ലാം മരുന്നിനായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനും സഹോദരിമാരും ചേർന്നിട്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാത്ത ഒത്തിരി മക്കൾ വഴിത്തെരുവിലുള്ളവർക്ക് ഞങ്ങൾ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ സഹോദരിമാർ ഒരുമിച്ച് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസനം പത്രം കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾ 2 പേരുടെ ഉടമ്പടിയിലൂടെ 4 കെട്ടും 6 കെട്ടും പത്രമൊക്കെ ഉണ്ടാവും. അത് കിട്ടിയാൽ അന്നും പിറ്റേ ദിവസമായിട്ട് തന്നെ എൻ്റെ ഭർത്താവ് എല്ലാ വീടുകളിലും കൊണ്ടുപോയി ഇവിടുത്തെ പത്രം കൊടുക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ ഉപ്പും തൈലവും ഞങ്ങൾ ഓരോ രോഗസൗഖ്യത്തിനായിട്ട് വേദനകൾക്കും വയറുവേദനയ്ക്കും കാലുവേദനയ്ക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്ന തൈലം പുരട്ടുകയും ഉപ്പുള്ളിൽ കഴിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം നല്ല സൗഖ്യവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മാതാവ് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനായി തന്നതിന് 1000 നന്ദി ഈശോയ്ക്കും മാതാവിനും.